നമ്മൾ നിലവിൽ കൽപ്പറ്റ ടൗണിൽ നിന്ന് പടിഞ്ഞാറത്തറ റോഡിലാണ് കേട്ടോ. കൽപ്പറ്റ ടൗണിൽ നിന്ന് പടിഞ്ഞാറത്തറ റോഡ്. പടിഞ്ഞാറത്തറയ്ക്ക് ആകെ ഇതിലൊരു 10-16 കിലോമീറ്ററേ ഉള്ളൂ പടിഞ്ഞാറത്തറ ഡാമിലേക്ക്. അപ്പോൾ ഇത് ഏതാണ്ട് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഈ റോഡ് ഒരു 2-3 കിലോമീറ്റർ വന്നാൽ മതി. അവിടുന്ന് പിന്നെ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. അതിനൊരു 100-800 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം എത്താം. അപ്പം ടൗണിൻ്റെ പരിധീൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലാൻഡാണ്. ടോട്ടൽ 6 ഏക്കറോളം ലാൻഡ് ഉണ്ട്. നമ്മളിന്ന് അതാ കാണാൻ പോകുന്നത്. സൂപ്പർ ലാൻഡ് കേട്ടോ. ഞാനത് ആ ഒരു പോക്കറ്റ് റോഡും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇത് നമ്മളെ സ്റ്റേറ്റ് ഹൈവേ. ഇതിൽ നമ്മളൊരു പോക്കറ്റ് റോഡ് കയറുന്നു. ആ പോക്കറ്റ് റോഡ് ഒരു 800 മീറ്റർ ആ പോയി കഴിഞ്ഞാൽ നമ്മളെ ലാൻഡ് എത്തി. അപ്പോൾ ആ ഒരു പോക്കറ്റ് റോഡും കൂടെ ഞാൻ എത്ര വീതിയുള്ള റോഡാ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഈ പോക്കറ്റ് റോഡിലുള്ളത് ഈ ഒരു വീതിയുള്ള പോക്കറ്റ് റോഡ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. 800 മീറ്റർ ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ഞാൻ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം. അത്രയ്ക്കൊന്നും ദൂരം ഉണ്ടാവില്ല മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഒരു പോക്കറ്റ് റോഡിൻ്റെ സ്വഭാവം കേട്ടോ. നമ്മളിപ്പോൾ ആ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മളെ ലാൻഡിലോട്ടുള്ള റോഡ് കയറി. 2 സൈഡും വയലാട്ടോ. ഈ 2 സൈഡുള്ള വയലും ഈ നമ്മൾ നോക്കുന്ന സ്ഥലത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ റോഡ് എത്ര വീതി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇപ്പോൾ ഒരു നോർമൽ റോഡാണ്. അത് അവർ ചെയ്തു തരും. നമുക്ക് 6 മീറ്റർ വേണമെങ്കിൽ 6 മീറ്റർ ചെയ്തു തരും. നമ്മൾ കാണാൻ പോകുന്ന ലാൻഡ് ഒരു പ്രൊജക്റ്റിന് പറ്റുന്ന ലാൻഡാണ്. ഇത് നമ്മൾ വന്ന പോക്കറ്റ് റോഡ് ഒരു 250 മീറ്ററേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ 800 മീറ്റർ അല്ല, അതായത് മെയിൻ ഹൈവേന്ന് 250 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാൻഡിലെത്താം. അപ്പോൾ ഈ വയൽ കൂടാതെ ഉള്ള കരസ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വയൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വയലും കൂടെ എടുക്കാം കേട്ടോ. ടോട്ടൽ വരുമ്പോൾ 10-12 ഏക്കർ വരും. അപ്പോൾ കരസ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഇവിടെ മുതൽ നമ്മൾ ഈ കരസ്ഥലം തുടങ്ങുകയാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തുതരാം. ആ മേലെ കാണുന്ന വീടൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. നിലവിൽ ആരും താമസമൊന്നുമില്ല. ഇനി ഈ ഒരു പറമ്പ് മുഴുവൻ റോഡുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറാം. അപ്പോൾ ഇത് നമ്മൾ വന്ന റോഡാണ്. ഇതൊരു 10-100 മീറ്ററിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ. ടാറിങ് റോഡിലോട്ട് 100 മീറ്റർ ഉണ്ടാവില്ല, ഒരു 10-70 മീറ്ററോളം ഉണ്ടാവും. ഈ ഒരു വയൽ ഇവരിതാണ് ഫ്രണ്ട് കിടക്കുന്നത്. ഈ ഒരു വാഴ നട്ട വയലും ഇവർ തന്നെയാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെ കിണർ കുത്തിയാലും നമുക്ക് വെള്ളം കിട്ടും. ഇതിങ്ങനെ ആ ഭാഗമൊക്കെ ഞാൻ ഈ കാണിക്കുന്ന ഭാഗമൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ മുളങ്കൂട്ടം ഇതിങ്ങനെ ഫുള്ള് റൗണ്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പോകുന്നുണ്ട്. ഈ മേലുള്ള വീട് ഇതിലുള്ളതാണ്. ഒരു പഴയ വീടാണ്. പിന്നെ ഇതിൽ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചേർന്ന് കിടക്കുന്ന ഷെഡാണ്. ഈ സൈഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇത് മേലോട്ട് കയറി പോവാണ്. തെങ്ങ്, കാപ്പി, മാവ്, പ്ലാവ് അങ്ങനെയുള്ള സകല സംഭവങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വണ്ടി എടുത്തിട്ട് മേലോട്ടൊന്ന് കയറാം. ഫുള്ള് റോഡുണ്ട് കേട്ടോ മേലെ വരെ. ഞാൻ ആ കയറുന്ന വഴിക്ക് എന്നാൽ പിന്നെ അധികം നടന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. ആ റോഡ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കേണ്ട, അതും കൂടെ ഒന്ന് നോക്കും കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് മേലോട്ട് കയറാണ്. ഇതൊന്ന് ജസ്റ്റ് മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ലെവലാണ് കേട്ടോ. ലാൻഡിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത്. ഇത് അതിന് മാത്രം വലിയ കയറ്റമൊന്നുമില്ല കേട്ടോ. വണ്ടികളൊക്കെ കയറി പോവും. പിന്നെ ഈ റോഡ് വേണേൽ നമുക്ക് എങ്ങനെയും വീതി കൂട്ടാം. നമ്മളെ പറമ്പിൻ്റെ ഉള്ളിലുള്ള റോഡാണല്ലോ. ആ സൈഡ് ഇങ്ങനെ ആ വാഴ, ഫ്രണ്ടിൽ കാണുന്ന വാഴയൊക്കെ ചേർന്ന് ഇതിൻ്റെ അതിര് പോവാണ്. ഈ സൈഡിലാണ് കൂടുതൽ സ്ഥലമുള്ളത് കേട്ടോ. അതായത് എൻ്റെ വലത്ത് സൈഡിൽ. നമുക്ക് ഏതെങ്കിലും ഒരറ്റത്ത് പോയി നിന്നിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ കാണുമ്പോൾ. നമ്മൾ ഇങ്ങോട്ട് കയറുന്ന കയറ്റത്തിൻ്റെ പകുതിയിലാട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു ചെരുവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു കയറുന്ന ഒരു കയറ്റത്തിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു പോർഷൻ മാത്രമേ ചെരിഞ്ഞ് കിടക്കുന്നുള്ളൂ. നല്ല വ്യൂ കേട്ടോ. നമ്മൾ ലാൻഡ് കിട്ടുമ്പോൾ ഇതാ ചെമ്പ്രേൻ്റെ വ്യൂ ഉണ്ട്. പക്ഷേ ചെമ്പ്ര ഇന്ന് തെളിഞ്ഞ് കാണുന്നില്ലാന്നേ. ഇത് ഫുള്ള് ചെമ്പ്രയാട്ടോ. ചെമ്പ്രമലയാണ്. ചെമ്പ്രമല കണ്ടവർക്കറിയാം.
അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടവർക്കറിയാം. അങ്ങനെ ക്ലിയർ ഇല്ല. മേലെ നിന്ന് ഞാൻ ഒന്നുകൂടെ നോക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെരിവ് വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് കയറാം. അല്ലെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം ഉണ്ട്. നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞാൽ നല്ല ലെവൽ ലാൻഡിലെത്തുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് പോവാം. വണ്ടി ഇപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊരു അത്യാവശ്യം വണ്ടിയോ കൊണ്ടുവരാൻ പറ്റിയ റോഡാണ്. അത് ഇച്ചിരി മോശം കേട്ടോ. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി. കാപ്പി ഉണ്ട്, കാപ്പി കുറേ പോയതുണ്ട്. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഒരു ലാൻഡാണ്. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് മേലെത്തിയിട്ടെടുക്കാം. നമ്മൾ ഈ ലാൻഡിൻ്റെ ഞാനീ പറഞ്ഞ പോലെ മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഗ്രൗണ്ടാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ഗ്രൗണ്ടാണ് മേലെ കിടക്കുന്നത്. ഫുള്ള് നിരന്ന ഗ്രൗണ്ട്. അതായത് ഒരു സ്ഥലം പോലും നമുക്ക് വേസ്റ്റേജ് വരില്ല. നല്ല ലെവൽ ലാൻഡായിട്ടാണ്. സംഭവം എന്താ വെച്ചാൽ ഇന്ന് മലേൻ്റെ വ്യൂ ക്ലിയർ അല്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് നേരെ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ചെമ്പ്ര കേട്ടോ. ഞാൻ എങ്ങനെ സൂം ചെയ്ത് എടുക്കുമെന്നറിയില്ല. അപ്പോൾ ഏതാണ്ട് നിങ്ങൾ സ്ക്രീനിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെമ്പ്രേൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത്. പക്ഷേ ഇന്ന് സാധനം ക്ലിയർ അല്ല, മഞ്ഞ് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ഈവനിങ്ങിലാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇവിടെ. എന്നാലും നിങ്ങൾക്ക് അവിടെ മല ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ചെമ്പ്ര മാത്രമല്ല, നമുക്ക് ഇപ്പുറത്ത് മണിക്കുന്ന് മല, അതും ക്ലിയർ അല്ല. എന്നാലും ഒരു നിഴൽ പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഭയങ്കര ഭംഗിയാട്ടോ. നമ്മൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്ന് നിന്നാൽ മണിക്കുന്ന് മലേൻ്റെ അപ്പുറത്തൊരു മല കാണുന്നുണ്ട്. അതായത് 360 വ്യൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ ആ സൈഡിൽ മലേൻ്റെ വ്യൂ ഉണ്ട്. അതുപോലെ ഈ സൈഡിൽ മലേൻ്റെ വ്യൂ ഉണ്ട്. പക്ഷെ ഒന്നും ഇന്ന് കറക്റ്റല്ല, വ്യക്തമല്ല. ഫുള്ള് മഞ്ഞാണ് കാണുന്നത്, ഫോഗ് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ലാൻഡ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് നടന്നു തരാം. ഈ ഒരു ലെവല്, അതായത് നമ്മൾ കയറി വരുന്ന റോഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു, അതായത് ഈ റോഡ് ഇങ്ങനെ കേട്ടോ താഴോട്ട് പോകുന്നത്. ഇതൊക്കെ നല്ല വ്യൂ ആട്ടോ. പക്ഷേ വ്യൂ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ലെവൽ ലാൻഡാണ് ഇത്. നമ്മളെ കൽപ്പറ്റ നഗരപരിധിയിൽ വരുന്ന ലാൻഡാണ്. നമുക്ക് നല്ല റിസോർട്ടോ ആ ഭാഗത്തൊക്കെ നല്ല വ്യൂ ആട്ടോ. മലേൻ്റെ വ്യൂ മാത്രമല്ല, നല്ല വയലിൻ്റെ വ്യൂ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യൂവും ഇതിൽ വരുന്നുണ്ട്. ആ സൈഡൊക്കെ നല്ല വ്യൂ ആണ്. പിന്നെ ലാൻഡ് ഇതാട്ടോ, ഈ ലെവലാണ് ലാൻഡ്. അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മരങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാം. അതിൽ 6 ഏക്കർ ലാൻഡ് വരുന്നുണ്ട്. ഈ 6 ഏക്കറിൽ അത്യാവശ്യം 5 സ്റ്റാർ സെറ്റപ്പിലോ അല്ലെങ്കിൽ വലിയ കോട്ടേജസോ പെർമിഷനൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഏരിയയാണ്. ഒരു പ്രശ്നമില്ലാത്ത ഏരിയയാണ്. വേറെ ഉപദ്രവങ്ങൾ ഒന്നുമില്ല, വന്യമൃഗശല്യമില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പം നല്ല പ്രൊജക്റ്റിന് പറ്റിയ 6 ഏക്കർ ലാൻഡ്. അങ്ങനെ നമ്മളടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. കൽപ്പറ്റ ടൗൺ അടുത്താണ്. ഫുള്ള് വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇത് അവിടം വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ഞാൻ ഫുള്ള് നടന്ന് കാണിച്ചുതരാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു സ്ഥലം, 1 ഏക്കറോളം സ്ഥലം ആ ചെരുവും മറ്റേ കയറി വരുന്ന റോഡും നിങ്ങൾ കൂട്ടിയാൽ മതി. 1 ഏക്കർ വരില്ല, ഏതാണ്ട് അത്ര കൂട്ടിയാൽ മതി. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ടോപ്പിലുള്ളത് ലെവല് ഒരു ഗ്രൗണ്ട്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. അതും കൂടെ ഒന്ന് കേൾക്കുക. മുനിസിപ്പാലിറ്റി ഏരിയയാണ്, കൽപ്പറ്റ ടൗൺ ഏരിയ ആണ്. അപ്പം നിങ്ങൾക്കറിയാം കൽപ്പറ്റ അത്യാവശ്യം വില ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യുക പറയാം. ഞാൻ ഏതാണ്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഏതാണ്ട് എല്ലാ സൈഡും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മണിക്കുന്നുമല, ചെമ്പ്രമല ഈ 2 മലേൻ്റെ വ്യൂ ഉണ്ട്. പിന്നെ പടിഞ്ഞാറത്തറ ബാണാസുര മലേൻ്റെ ഒരു ലോങ് വ്യൂ ഉണ്ട്. ഇത്രയും വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് ആ ഒരു മലേൻ്റെ വ്യൂ കണ്ടല്ലോ, സൂപ്പർ വ്യൂ ആണ്. അതായത് എടുത്ത് കാണിക്കും നമുക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫുള്ള് ഫോഗായിപ്പോയി. പിന്നെ ഈ ഒരു സമയത്ത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ മല കംപ്ലീറ്റ് ഫോഗാവും. നല്ല വേനലാണെങ്കിൽ പോലും വയനാടിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്ര തെളിയാത്തത്. എന്നാലും ഞാൻ മാക്സിമം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണ്. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ വന്ന റോഡ് ഫ്രണ്ടേജൊക്കെ നല്ല വിലയുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഹൗസ് പ്ലോട്ടിനൊക്കെ 2.5-3 ആ റേഞ്ച് വില വരുന്ന ഒരു ഏരിയ ആണിത്. ഇത് 6 ഏക്കർ ഉണ്ട്. നമ്മൾ ഒരുമിച്ചുള്ളൊരു കച്ചവടമാണ്. അപ്പോൾ അത്രയും കൂടുതൽ ഉള്ളത് കൊണ്ട് ഇവർ ചോദിക്കുന്ന വില സെൻറ്റിന് 1 ലാഖാണ് കേട്ടോ. അതായത് ഈ 1 ലാഖ് എന്ന് പറയുന്ന കാര്യമായിട്ട് നെഗോഷ്യബിൾ അല്ല. ഞാൻ വളരെ ചെറിയ ലാൻഡ് നിങ്ങളെ കാണിക്കലുണ്ട്, നല്ല വിലേൻ്റെ ലാൻഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ വില പറയുമ്പോൾ ഏതാണ്ടൊരു ഫിഗറായിരിക്കും ഞാൻ പറയുക, അടുപ്പിച്ചുള്ള ഫിഗറായിരിക്കും പറയുക, വലിയൊരു നെഗോഷ്യബിൾ ഇല്ലാത്ത. പിന്നെ ഇവർ വിദേശത്താണ്, ഇവർക്ക് ഇടപാടുകളൊക്കെ വേഗം തീരണം. എന്താ പറയുക, ഒരുപാട് വെയിറ്റിംഗ് ഒന്നും ഇവർക്ക് പറ്റില്ല. അവരൊരു സാഹചര്യം അങ്ങനെയാണ് കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ് സംസാരിച്ചിട്ടുണ്ട്, എവിടെ എത്തിയിട്ടില്ല. പിന്നെ ഇതിന് പെർമിഷനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ പേപ്പർ അങ്ങനെയാണ്. നമുക്ക് ഏത് റിസോർട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. തൊട്ടടുത്താണ് മൂരിക്കാപ്പ് റിസോർട്ടൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് വലിയ റിസോർട്ടുള്ളൊരു ഭാഗം കൂടിയാണിത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ഈ ഒരു വില മനസ്സിൽ വെക്കുക. 1 ലാഖാണ് സെൻറ്റിന് വില വരുന്നത്. അത്യാവശ്യം വിലയുള്ള ഏരിയ ഉള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് വലിയ പ്രൊജക്റ്റ് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ലാൻഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇത്രയും വിലയ്ക്ക് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിട്ടേൺസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരിക. പിന്നെ നിങ്ങൾ വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് ലാൻഡ് കാണിച്ചു തരാം, ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 2-3 മലേൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. ആ ഒരൊറ്റ ലാൻഡിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ ടേബിൾ ടോപ്പ് ലാൻഡ് എന്നൊക്കെ പറയുമല്ലോ, കറക്റ്റാണ്. ഈ ലാൻഡിന് ഇടാൻ പറ്റുന്ന പേര് അതാണ്, ടേബിൾ ടോപ്പ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട്, എന്നാൽ ഇവിടെ വേറെ മഞ്ഞും എന്താ പറയുക, വലിയ മല കാര്യങ്ങൾ കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഫുൾ ലെവൽ, ഒരു 5 ഏക്കറോളം ലെവലായിട്ട് കിടക്കുകയാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വെറുതെ ഒരു ലൈക്ക് ചെയ്ത് വിടുക. നമുക്ക് അടുത്ത വീഡിയോ